തിരക്കഥാകൃത്തും സംവിധായകനും സർവോപരി അഭിനേതാവുമായ അനുരാഗ് കശ്യപ് ഉത്തരേന്ത്യയിൽ നിന്ന് ദക്ഷിണേന്ത്യൻ സിനിമകളിലേക്ക് സ്വയം പറിച്ചു നട്ടത് ഇവിടുത്തെ നല്ല കഥകൾ കണ്ടിട്ട് തന്നെയായിരുന്നു. അജയ് ജ്ഞാനമുത്തുവിൻ്റെ തമിഴ് ആക്ഷൻ ത്രില്ലർ ഇമൈക്ക നൊടികളായിരുന്നു അനുരാഗിൻ്റെ ആദ്യ ദക്ഷിണേന്ത്യൻ സിനിമ. ഈ ചിത്രത്തിൻ്റെ വിജയത്തിന് ശേഷം അനുരാഗ് ധാരാളം ദക്ഷിണേന്ത്യൻ സിനിമകൾ ചെയ്തിരുന്നു. രാം ഗോപാൽ വർമ്മയുടെ സത്യ എന്ന സിനിമയുടെ തിരക്കഥാകൃത്തും അനുരാഗ് കശ്യപ് തന്നെയാണ്. ഒരുപാട് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ ബ്ലാക്ക് ഫ്രൈഡേ സംവിധാനം ചെയ്തതും അനുരാഗ് തന്നെയാണ്. സിനിമയുടെ സകല മേഖലകളിലും കൈവച്ചു കഴിഞ്ഞ അപൂർവ പ്രതിഭയാണ് അനുരാഗ് കശ്യപ്. ഇതിനിടയിൽ അനുരാഗ് തമിഴ് സിനിമയിലെ മക്കൾ സെൽവൻ വിജയ് സേതുപതിയെ പരിചയപ്പെടാൻ ഇടയായി. തുടർച്ചയായ സിനിമാ സംബന്ധിയായ കാര്യങ്ങൾക്കുമായി രണ്ടുപേരും കണ്ടുമുട്ടി. ആ സമയത്ത് നല്ലൊരു സിനിമയുടെ കഥയുണ്ടെന്ന് അനുരാഗിനോട് വിജയ് സേതുപതി പറഞ്ഞു. എന്നാൽ മറ്റു തിരക്കുകൾ കാരണം അനുരാഗ് ആദ്യം വിജയ് സേതുപതിയുടെ ഓഫർ നിരസിച്ചു. സംസാരിക്കുന്ന കൂട്ടത്തിൽ അനുരാഗ് തൻ്റെ മകളുടെ വിവാഹകാര്യം വിജയോട് പറയുന്നു. അടുത്ത വർഷം എൻ്റെ മകളുടെ വിവാഹമാണ്, അതിൻ്റെ ചെലവ് എനിക്ക് താങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വിജയ് സേതുപതി പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം, ഇക്കാര്യത്തിൽ നിങ്ങൾ എങ്ങനെ എന്നെ സഹായിക്കും എന്ന് അനുരാഗ് ചോദിച്ചു. അങ്ങനെ വിജയ് സേതുപതി മഹാരാജ എന്ന ആ സിനിമയുടെ കഥ അനുരാഗിനോട് പറയുന്നു. അനുരാഗിന് കഥ ഇഷ്ടപ്പെടുന്നു, അതിലെ വില്ലൻ റോളിൽ അഭിനയിക്കുകയും ചെയ്തു. പടം സൂപ്പർ ഹിറ്റായി മാറി. അങ്ങനെ മഹാരാജയിൽ അഭിനയിച്ചതിന് വിജയ് സേതുപതിയും കൂട്ടരും അനുരാഗിന് നല്ലൊരു എമൗണ്ട് പ്രതിഫലമായി കൊടുത്തു. ആ പണം അനുരാഗ് മകളുടെ വിവാഹത്തിന് ഉപയോഗിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഡിസംബറിലായിരുന്നു അനുരാഗ് കശ്യപിൻ്റെ മകൾ ആലിയ കശ്യപിൻ്റെ വിവാഹം കഴിഞ്ഞത്. അമേരിക്കൻ സംരംഭകനായ ഷെയ്ൻ ഗ്രെഗോറിയനെയാണ് ആലിയ വിവാഹം ചെയ്തത്. ഏറെക്കാലമായി ഇരുവരും പ്രണയത്തിലായിരുന്നു. വെറുതെയല്ല വിജയ് സേതുപതിയെ തമിഴ് മക്കൾ സെൽവൻ എന്ന പേര് നൽകി ആദരിച്ചിരിക്കുന്നത്. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കാണാൻ കഴിയുകയെന്നത് വലിയൊരു ക്വാളിറ്റി തന്നെയാണ്. കാരണം വിജയ് സേതുപതിയും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് അവസാനം താരമായി മാറിയ ആളാണ്. പരസ്പരം ഈഗോയും മത്സരവും നിലനിൽക്കുന്ന സിനിമാ മേഖലയിൽ ഇങ്ങനെ പരസ്പര സഹായ സഹകരണങ്ങളുള്ളത് നല്ല കാര്യം തന്നെയാണ്. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ മാത്രമേ ഒരു കലാകാരൻ യഥാർത്ഥ മനുഷ്യനാകുന്നുള്ളൂ. ജീവിതത്തിലും സിനിമയിലും യഥാർത്ഥ കലാകാരനും നായകനുമായ വിജയ് സേതുപതിക്ക് GPS മീഡിയയുടെ ഒരു ഗ്രേറ്റ് സല്യൂട്ട്.